मछली का नाम रोहू मछली है, अच्छा टेस्टी होता है। ये थोड़ा स्पेशल कटिंग है, होटल के लिए कटिंग अगर रखा अभी स्लाइस करेगा। देखो कट करो। ये सामने ये कटिंग करके रखा है, ये रूपचंद फिश है, चंदा बोलते रूपचंद बोलते, सभी एक ही है। जो कट किया इसमें डालो। उसमें से वो निकाल दो, वो उंगली निकाल दो उसमें। एक मिनट अटे कट करो। നമ്മളെ കേരളക്കാർക്ക് ഈ അയല മത്തിയൊക്കെ എങ്ങനെയാണ് അതേപോലെയാണ് ഇവർക്ക് ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ഈ മീൻ കിട്ടുക. ഈ റോഹു റുപ്ചന്ദ് എന്ന ഫിഷ് അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ് ഈ മീൻ. നമ്മളെ നാട്ടിൽ നമുക്ക് അധികം കിട്ടുന്ന മീൻ ഇതല്ലേ, എന്താ പറയുക, അയല മത്തിയിൽ നമുക്ക് അധികം കിട്ടുന്നത്. വില കുറവല്ല അയല മത്തിക്ക്. ഇവരുടെ നാട്ടിൽ വില കുറഞ്ഞ മീനാണ് ഈ റോഹു റുപ്ചന്ദ്. ടേസ്റ്റുള്ള ഫിഷാണ്. അവർക്ക് ഇതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. നമ്മളെ അയല മത്തി അവർക്കെല്ലാം ഇഷ്ടപ്പെടില്ല. കാരണം ഈ മീൻ ചെറുതായിട്ടൊരു ഇത് അവർ പറഞ്ഞത് മീട്ടാപ്പാനി എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് മധുരമുള്ള വെള്ളത്തിനാണ് പറഞ്ഞത്. സാധാരണ വെള്ളത്തിനാണ് അവർ പറഞ്ഞത്, മധുരമുള്ള വെള്ളം എന്ന് പറഞ്ഞത്. അവർ ഡാമിൻ്റെ ഇതിനാണ് അവർ, ഡാമല്ല ഫാമിങ്ങിനാണ് അവർ മീട്ടാപ്പാനി എന്നൊക്കെ പറയുന്നത്. അവർ ഫാമിങ്ങിന് നല്ല ഉദ്ദേശിച്ചത്. അവർക്കൊരു വളർത്തു മീനാണ് അവരെന്ത് ചെയ്യുന്നത് മീട്ടാപ്പാനി എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് മീനാണ് ഇത് റുപ്ചന്ദ്. ഇതിനൊക്കെ മുള്ളുണ്ട്, പക്ഷെ അധികം മുള്ളില്ല. നമ്മളെ മത്തിക്കുള്ളത്രയൊന്നും മുള്ളൊന്നുമില്ല. ഏകദേശം നമ്മളെ ഈ മീനിപ്പോൾ ഈ റോഹു പറഞ്ഞ മീൻ ഇത് വലുതായിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളെ ചെമ്പല്ലി ഉണ്ടല്ലോ, ചെമ്പല്ലിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. നല്ല വലിയ മീനാണെന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളികളുടെ അടുത്ത് ചെമ്പല്ലി എന്ന് പറഞ്ഞാലൊക്കെ അവരെന്ത് വിശ്വസിക്കുകയാണ്. വലുതാവും ഈ മീൻ, നല്ല വലുതാവും എന്ന് പറഞ്ഞാൽ ഏകദേശം ആ മീൻ ഇതാണ് ആ മീനിൻ്റെ ഏകദേശം വലുത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വലുതാവും. ഇത് ഒരു 2 കിലോ ഉള്ള മീനാണ്. ഇത് ഏകദേശം ഒരു 10 കിലോനൊക്കെ ഉള്ള മീൻ ഉണ്ടാവലുണ്ട്. 10 കിലോനൊക്കെ ഉള്ള മീനാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള മാംസം ഏകദേശം നമുക്ക് ചെമ്പലിൻ്റെ മീറ്റ് പോലെയൊക്കെ തോന്നും. നമുക്ക് അത്രയും ടേസ്റ്റുള്ള മീനാണ് ഈ ഒരു ഭാഗത്തുള്ള മീറ്റ്.